ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പം ഇത് എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി, ഒന്ന് ഇടണമെന്ന് തോന്നിയിട്ട് ഇനി അങ്ങോട്ട് എന്നും ഉണ്ടായിരിക്കും. പിന്നെ രേത്തേട്ടൻ്റെ കൂടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറി ഈ വേറൊരു ലേഡിയുടെ മടിയിൽ ഇവളിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ടല്ലോ. ആ രേണു സുധിയെ മടിയിലിരുത്തി രേത്തേട്ടൻ്റെ കൂടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഓക്കെ. പിന്നെ എൻ്റെ ഫേസ് കാണിക്കാതെ കൈ മാത്രം എടുത്തിട്ട് രേണുവിനെ ഇങ്ങനെ വയറിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണിച്ചിട്ട് പറയുന്നു രേത്തേട്ടൻ്റെ കൈ രേണു സുധിയുടെ വയറിൽ കിടന്നങ്ങ് എന്തുവാ കുൽസിതം കാണിക്കുന്നെന്ന്. എൻ്റെ പൊന്നോ, അത് ഈ കൈകളാ അത് ആ നെയിൽ പോളിഷ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല, കണ്ട ഈ കൈകളാ, അല്ല രേത്തേട്ടൻ്റെ കൈയൊന്നും അല്ല. രേത്തേട്ടൻ എന്തോ അത്രയ്ക്ക് അങ്ങ് മോശമാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രണാസുന കുറച്ചൊക്കെ നമ്മളെ വീട്ടിൽ ഇരിക്കുന്നവരെയും കൂടെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ വീഡിയോ ചെയ്തോണം, വീഡിയോ ചെയ്യുക. തമാശകൾ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതെ, തമാശ ചെയ്താൽ നമുക്കത് ചിരിക്കണം, നമ്മളത് ആസ്വദിക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരാളെ ബോഡി ഷെയിമിങ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനുള്ള അർഹത ഒരുത്തനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നത് കുറച്ച് പൊതിഞ്ഞു വെച്ച് ചെയ്യുക. പിന്നെ വേറൊരു ടീം ഉണ്ടായിരുന്നല്ലോ, എന്തുവാ, ഇറാനാ ഏതാണ്ടൊരു ചാനലുകാർ, അത് ഇതിനൊക്കെ തന്നെ രേണു സുധിയെ മടിയിലിരുത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഡൂപ്പ് വീഡിയോ ചെയ്തു, ഒരു ക്രിയേഷൻ വീഡിയോ ചെയ്തു. അപ്പം അതിനകത്ത് ഇതേ കണക്ക് ബെൽറ്റ് വലിച്ചിടുന്നത്, അവിടെ ഇവിടെ ഞെക്കുന്നു, പിച്ചുന്നു, വയറി കൈ വെച്ചിട്ടിട്ട് എവിടുന്ന് ഉടയ്ക്കുന്നു, അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിനെ പ്രതികരിച്ചുകൊണ്ട് രേണു സുധു അവരുടെ വീട്ടിൽ ചെന്ന്, അതൊരു ക്രിയേഷൻ ആണെങ്കിലും രേണു സുധി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ആ ചേട്ടന്മാരെന്താ ചെയ്തത്? രേണു സുധിയെ വെച്ച് അവരൊരു ആൽബം ചെയ്തു, ഈ ഹരികൃഷ്ണൻസില. അതിപ്പോൾ റിലീസാവാൻ പോകണം തോന്നുന്നു, റിലീസായോ എന്തോന്ന് അറിയത്തില്ല. റിലീസാവും ഉടനെ. അപ്പം ഈ ജൂൺ 5-ാം തീയതി ഞങ്ങൾ രേണു സുധിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് സുചേട്ടൻ്റെ ആണ്ടായിരുന്നു. അപ്പം അച്ചുവിൻ്റെ ആഹാരം വാരി കൊടുക്കുന്നതിന് അവൻ്റെ ഭാര്യ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, സൂപ്പറായിട്ട് ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ കളിയാക്കുന്നവരൊന്നും ഓർക്കുക, പ്രത്യേകിച്ചും ഡൂപ്പ് ചെയ്യുന്നവർ, ആ ഫിഗറിനോട് സാമ്യമുള്ള നിങ്ങളും അതേ കണക്കൊക്കെ തന്നെയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ടാസ്ക് തരാം. നിങ്ങൾ ഇത്രയും വലിയ സാമർത്ഥ്യം, ഇത്രയും വലിയ തൻ്റെ ഇടം, ഇത്രയും ആൾക്കാരെ അങ്ങ് പച്ചയ്ക്ക് നിർത്തി ഉരിച്ച് കളിയാക്കാൻ കഴിവുള്ളവരുമാണെങ്കിൽ ഈ വീഡിയോക്കെതിരെ ഒരു കോമഡി വീഡിയോ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എൻ്റെ പൊന്നോ, ഇതിൻ്റെ വ്യൂസ് കാണണം, ഇതിൻ്റെ കമൻസ് കാണണം. സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിവിടെ കിടക്കുന്നു, ഈ രേണുസുധ ഇവിടെ കിടക്കുന്നു. കഷ്ടം. ജീവിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവൾ പിന്നെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇങ്ങനെ പൊലിപ്പിച്ച് ഇത്ര മോശമാക്കി പറയാമെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ട്, ചോണയാണ്, നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? അതോ ഈ വീഡിയോ ഫസ്റ്റിൽ അപ്ലോഡ് ആവുന്ന ഉടനെ കാണുന്നത് നിങ്ങളൊക്കെയാണോ? ഈ വീഡിയോ കണ്ട ഷോർട്ട് ഫിലിമിൽ ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ടോ, അതോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ, വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ടോ? അഭിനയിക്കുന്നത് ഒന്നിലുമില്ല. അവർ ആർട്ടിസ്റ്റേ അല്ല. പക്ഷെ ഇവളുമാരൊക്കെ ചെയ്യുന്നത് എന്തുവാ? അവളുടെയൊക്കെ വീട്ടിൻ്റെ ഒരു റൂമിനകത്ത് കയറിയിരുന്ന് മൊബൈൽ വെച്ച്, അല്ലെങ്കിൽ ക്യാമറ ഓടിക്കാനുള്ള പൈസയൊക്കെ കാണും, നമ്മളെ കണക്കല്ലല്ലോ, ക്യാമറയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഒരു കമൻറ്റും ഒന്നും ആർക്കും പറയാനില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഇത്രയും നെഗറ്റീവായിട്ട് അവളെ പറയാനായിട്ട് ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? അവൾ എന്തോ ചെയ്തിട്ട്? അവളുടെ ഫേസ് കട്ടാണോ അല്ലെങ്കിൽ അവളുടെ ഫിഗറാണോ നിങ്ങൾക്ക് കുഴപ്പമായിട്ട് വരുന്നത്? ഒന്ന് ചിന്തിക്കുക. ആ ഒരു ആളെ കളിയാക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ് രണാസുന, പ്ലീസ്. ഒക്കെ ഉള്ള വീഡിയോകളൊക്കെ വൈറലാവും, റീച്ചാവും. നമ്മൾ കുറച്ച് പാചകം, അയിലക്കറി എങ്ങനെ വെക്കാം, എങ്ങനെ പൊള്ളിക്കാം, ഇഞ്ചിയച്ചാർ എങ്ങനെ ഇടാം, മാങ്ങാച്ചാർ എങ്ങനെ ഇടാം, ബിരിയാണി എങ്ങനെ വയ്ക്കാം, ആർക്കും ഒരു മൈൻഡ് ഇല്ലെന്നേ. അതുമാത്രമല്ല കേട്ടോ, അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റും കൂടെ ആണ് ഞാൻ. എന്തായാലും ഇത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഓടി നിങ്ങളുടെ അടുത്ത് എത്താൻ നമ്മൾ ഇടുന്നുടനെ മില്യനൊന്നും അടിക്കുന്നില്ല. എന്നാലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് എതിരെ നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇട്, അപ്പം ഞങ്ങൾ സമ്മതിക്കാം, നിങ്ങളുടെ തൻ്റെ ഇടം. അപ്പോൾ ഇവളുമാരെയൊക്കെ തൊട്ടാൽ നിങ്ങൾക്കൊക്കെ പൊള്ളും.
ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ട് ആ ദയ എന്ന് പറയുന്നുണ്ടല്ലോ, ദയ അച്ചു, കഷ്ടം. സൂചേട്ടന് ചോറ് വാരി കൊടുക്കുന്ന കാണാൻ ഭാഗ്യമില്ലാത്തവർക്ക് ഇതിനെതിരെയൊന്നും പ്രതികരിക്കത്തില്ല. ഇവർക്കെതിരെ പ്രതികരിക്കുക, ഇവളെന്താണ് കാണിക്കുന്നതെന്നെങ്കിലും ചോദിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ ചെല്ലും. എവിടെ? അവിടെ ചെന്ന് ദയയുടെ കാലിപ്പിടിച്ച് തൂക്കി നിലത്തടിക്കും. എന്നിട്ട് ചോദിക്കും, ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോൾ നീ ഞങ്ങളെ ഒറ്റ നോടിയെന്ന്. ആ ഒരു പേടിയുണ്ട് അവൾ പ്രതികരിക്കാതിരിക്കുന്ന. ഇതിനൊക്കെ പ്രതികരിക്കുക, ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ പ്രതികരിക്കുക. ഇതൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കാണുന്നില്ലേ. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു ഇച്ചിരി ഉള്ളതുകൊണ്ട് ആരും പ്രതികരിക്കില്ല. പാവം പിടിച്ചവരെ നെഞ്ചത്തോട്ടല്ലേ കയറാൻ പറ്റൂ. ഈ രേണു സുധിക്ക് കുറച്ചുകൂടി വണ്ണമുണ്ട്, കുറച്ച് ശരീരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ അവൾ ശരീരം ഉണ്ടെന്നും പറഞ്ഞ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവളെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ ചെയ്യുന്നുമില്ല. അവൾക്ക് കൊടുക്കുന്ന ക്യാരക്ടർ അവൾ ചെയ്യുന്നു. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ പറയും. വീട്ടിൽ ഇരുന്ന് നീയൊക്കെ കൊണ്ട് കൊടുക്കുമോ ചിലവിനൊക്കെ? കുഞ്ഞുങ്ങളെ വളർത്തണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പനും അമ്മയും ഉണ്ട് സുഖമില്ലാത്ത, ജോലിക്ക് പോകാൻ പറ്റാത്ത, അവിടെയൊക്കെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങളെ രണാസുനയ്ക്ക് മാത്രമല്ല, ഇത് കാണാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വണക്കം.